അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റ് ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ അമ്മുഞ്ച നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരടക്കമുള്ള മുഅ്മിനീങ്ങൾ, അൽഹംദുലില്ലാ നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദുമാർ പറഞ്ഞു തന്നു. വളരെ വലിയ ഒരു വിഷമം എല്ലാവരിലും ഉണ്ടാക്കിയ ഒരു മരണമായിരുന്നു ഖുറത്തു സാദാത്ത് ബഹുമാനപ്പെട്ട ഖുറ തങ്ങളുടെ മരണം എന്നുള്ളത്. അല്ലാഹു നമ്മെ അവരുടെയൊക്കെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അതുപോലുള്ള ഒരു മരണം, ആ മരണപ്പെട്ട അദ്ദേഹത്തെ നാം എല്ലാവരും ഇതുപോലെ നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി നല്ല മജ്‌ലിസിലിരുന്ന് അവിടുത്തെ ഓർമ്മകൾ പറയുകയും അവിടുത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. ഈ ഒരു കാര്യം ലഭിക്കുന്നതിന് വേണ്ടി എന്താണോ അവർ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുണ്ടായിരുന്നത്, ആ ഒരു ജീവിതം നാം ജീവിക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലുള്ള മഹാന്മാരിൽ നിന്ന് നാം കോപ്പി ചെയ്യേണ്ട, നാം പകർത്തിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അൽഹംദുലില്ലാ അവിടുത്തെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരുന്നു. നമ്മുടെ മുൻകഴിഞ്ഞു പോയ അതുപോലുള്ള സയ്യിദന്മാർ, മഹാന്മാർ, അവരൊക്കെ ജീവിച്ച ഒരു ജീവിതം ഏത് രൂപത്തിലുള്ളതായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു തന്നിട്ടും നമ്മുടെ ജീവിതം നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടും നമുക്ക് ഇതുവരെ അറിയാവുന്നതാണ്. ആ രൂപത്തിൽ ജീവിക്കാൻ, നല്ലതുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ നല്ലവരുമായി എല്ലാ നല്ല കാര്യങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല ജീവിതം, ആ ഒരു ജീവിതം ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള മഹാന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അതുപോലെ നല്ല ജീവിതം ജീവിച്ച് നല്ല മരണം ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അതിനുശേഷം മരണപ്പെട്ട് നമ്മളൊക്കെ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും സൂറത്തുൽ ഇഖ്ലാസും സൂറത്ത് യാസീനൊക്കെ പാരായണം ചെയ്യാനും അതുപോലെ ഇതുപോലെയുള്ള മജ്‌ലിസുകളിൽ ഇരുന്ന് നമ്മുടെ പേര് ഓർമ്മിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ വലിയ തൗഫീഖാണ്. ആ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന ഒരു ദുആ മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അൽഹംദുലില്ലാ മാസാന്തം നടക്കുന്ന ഈ മഹ്ളറത്തുൽ ബദരിയ മജ്‌ലിസ്, അതിലുപരി പാവപ്പെട്ട ആളുകൾക്കുള്ള സാന്ത്വനം, അത് ഇത്ര ചെറിയ രൂപത്തിലുള്ളതാണെങ്കിലും എല്ലാ മാസവും ഇതിന്റെ തുടക്കകാലം മുതൽ, ഇത് തുടങ്ങിയത് മുതൽ അൽഹംദുലില്ലാ അവിടെ കാണാറുണ്ട്. ഉസ്താദ് എല്ലാ കാര്യങ്ങളും അറിയിക്കാറുണ്ട്. അൽഹംദുലില്ലാ അത് വളരെ വലിയൊരു കാര്യമാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഒരു കാരക്ക കഷ്ണം കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, അത് എത്ര ചെറിയ ഒരു കാര്യമാണെങ്കിലും നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ ഒരു സ്വതക്ക നമ്മുടെ കയ്യിൽ നിന്നും ഒരു പാവപ്പെട്ട ആളുകൾക്ക് നാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ അത് ഇവിടെ നടക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതുപോലെ ഇതിനേക്കാൾ നല്ല രൂപത്തിൽ ഇനിയും നമുക്കും ഇവിടെയുള്ള ഈ അമ്മുഞ്ച പ്രദേശവാസികൾക്കും നമ്മുടെ സംഘടന വഴി ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്.